ഹലോ ഹായ് കൂട്ടുകാരെ. അപ്പോൾ ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞ് അയലയായിരുന്നു. അങ്ങനെ അയലക്കറി വെച്ചു, മീനും പൊരിച്ചു, പിന്നെ ചപ്പാത്തി, കിഴങ്ങ് കറി ഒക്കെ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ രാവിലെ ഭയങ്കര കാറ്റ് കേട്ടോ, മഴക്കോള് വരും, ഭയങ്കര കാറ്റ്. 2 ദിവസം മഴ ഇങ്ങനെ പൊടിച്ചൊക്കെ നിന്ന് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഫുള്ള് കണ്ട് സപ്പോർട്ടൊക്കെ ചെയ്യുന്നു കേട്ടോ. ഓരോ ദിവസം ഇങ്ങനെ വീഡിയോ ആയിട്ട് പൊക്കോണ്ടിരിക്കുവാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ചപ്പാത്തിയും കിഴങ്ങ് കറി പിന്നെ ഞാൻ കഴിക്കാനായിട്ടിരുന്നു കേട്ടോ. ചില ദിവസമൊക്കെ രാവിലെ കഴിക്കും, കാരണം ഗുളികളൊക്കെ കഴിക്കുന്നതുകൊണ്ട് ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ. അങ്ങനെ ആ കിഴങ്ങ് കറിക്കകത്ത് പ്രത്യേകിച്ച് ഒന്നും ചേർത്തിട്ടില്ല, കിഴങ്ങും തക്കാളിയും പച്ചമുളകും ഉള്ളിയും മാത്രം കേട്ടോ. പിന്നെ പൊടികളും, തേങ്ങാപ്പാലൊന്നും ഒഴിച്ചിട്ടില്ല, ചപ്പാത്തി ആയതുകൊണ്ട്. പിന്നെ ഇതാ ചായയും പാലും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറിയൊരു ഗ്ലാസ് പാൽ കുടിക്കാറുണ്ട് കേട്ടോ, ചൂടല്ലേന്ന് വെച്ചിട്ട്. ഗുളിക കഴിക്കുമ്പോൾ എൻ്റെ കൈ പൊള്ളിയത് ഇതുവരെ മാറിയില്ല കേട്ടോ. മാറി അടയാളം ഇങ്ങനെ അതുപോലെ കിടക്കുക. ചായ ഞാൻ അവിടെ തന്നെ വെച്ചു, പിന്നെ വന്നിരുന്ന് പെട്ടെന്ന് തന്നെ ഫുഡ് കഴിച്ചു കേട്ടോ. ഇനി കുറച്ച് പണികളൊക്കെ ബാക്കി കിടപ്പുണ്ട്. ചേട്ടൻ കുറച്ച് ചീനി വാങ്ങിച്ചുകൊണ്ട് വന്നിരുന്നു. ചീനി എന്ന് പറഞ്ഞാൽ കപ്പയെന്നാണ് കേട്ടോ, നമ്മളിവിടെ ചീനി എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് വെക്കണം. പിന്നെ ഞാൻ പോയി മുറ്റമൊക്കെ തൂത്തിട്ട് പുറമൊക്കെ കഴുകിയിട്ട് വന്നു. എന്നിട്ടാണ് ഞാൻ ഇനി അടുക്കളയിൽ കയറുന്നത് കേട്ടോ. അപ്പോൾ വിയർത്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് നിന്ന് ജോലി ചെയ്യാൻ. അപ്പോൾ അപ്പം തന്നെ പോയി കുളിക്കും. അപ്പം മോള് പിന്നെ അകമൊക്കെ ഒന്ന് വൃത്തിയാക്കുവാണ്. അപ്പോൾ അതാ നമ്മുടെ ദിവാൻ കോട്ടെടുത്ത് അപ്പുറ സൈഡിലോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഒരു ചേഞ്ച് വേണ്ടേന്ന് വെച്ചിട്ടേ. അപ്പോൾ നമ്മൾ ടി വി ചീത്തയായിരിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ പിന്നെ അതവിടെ കിടക്കട്ടെ എന്ന് വെച്ചിട്ട് മേശ എടുത്ത് അടുക്കളയിൽ കൊണ്ടിട്ടു കേട്ടോ. നമ്മൾ അകത്തുള്ള അടുക്കളയില്ലേ അവിടെ ഇട്ടു. അപ്പോൾ എല്ലാം വെച്ച് ഇവിടെ കൊണ്ട് വെക്കുക, അവിടെ കൊണ്ട് ഒതുക്കിയിടാമല്ലോ, അങ്ങനെയൊക്കെ. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അതങ്ങ് മാറ്റും കേട്ടോ. അങ്ങനെയൊക്കെ അങ്ങനെ ആ ചീനി എടുത്തപ്പോൾ അതിനകത്ത് 2-3 കപ്പക്കിഴങ്ങുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എളുപ്പത്തന്നെ അതങ്ങ് മാറ്റി വെച്ചു, കാരണം അത് വൈകിട്ടെങ്ങാനും പുഴുങ്ങാം. അല്ലെങ്കിൽ പിന്നെ ചീനി വെച്ച് കഴിഞ്ഞിട്ട് കപ്പക്കിഴങ്ങ് എല്ലാം കൂടെ ഇവിടുത്തെ മക്കൾ കഴിക്കത്തതുമില്ല കേട്ടോ. ചീനിയൊക്കെ ഭയങ്കര പാടാണ്. പിന്നെ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ പിടിച്ചാൽ അങ്ങനെയൊക്കെ കഴിക്കും. അപ്പോൾ നോക്കിയപ്പോൾ ഒരെണ്ണം കേടായിരുന്നു, പിന്നെ ഒരെണ്ണേ കിട്ടിയുള്ളൂ. അത് ഒരെണ്ണം വെച്ച് വലിയ ചീനി, എന്നിട്ട് അതിനകത്തും കേടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ വെട്ടിയെടുത്ത്. അത് പറഞ്ഞപ്പോൾ ചേട്ടൻ ദേഷ്യമായിരുന്നു കേട്ടോ. ചീത്തയായെന്ന് പറഞ്ഞപ്പോഴേ, നല്ലത് നോക്കി വാങ്ങിച്ചാണല്ലോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു വെട്ടിയപ്പോൾ നിങ്ങളുണ്ടായിരുന്നേ കാണിച്ചു തരാറുന്നല്ലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മുടെ ചീനിയൊക്കെ റെഡിയാക്കി വെച്ചു. ഇനി ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ പാൽക്കപ്പ ഉണ്ടാക്കാനുള്ള പുറപ്പാടിലാണ് കേട്ടോ. അപ്പോൾ ഉള്ളിയില്ലായിരുന്നു, പിന്നെ അപ്പുറത്ത് ചേച്ചിരുന്ന് കുറച്ച് ഉള്ളിയൊക്കെ സംഘടിപ്പിച്ചു. ചുവന്നുള്ളി തന്നെ വേണം, എന്നാലേ ഇതിന് ടേസ്റ്റ് ഉള്ളൂ കേട്ടോ. അങ്ങനെ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ യൂട്യൂബ് നോക്കിയപ്പോൾ കിട്ടിയതാണ്. അന്ന് വെച്ച് പെട്ടെന്ന് അതന്നെ ചെയ്യാം. അങ്ങനെ എല്ലാം ചതച്ച് വെച്ചു. ഇത് പിന്നെ ചമ്മന്തി ഉണ്ടാക്കാനാണ്, ഉള്ളി ചമ്മന്തി ഉണ്ടാക്കാൻ 2 ചുവന്നുള്ളിയും 2 കപ്പയിലും എടുത്തിട്ടുണ്ട് കേട്ടോ. ചുവന്നുള്ളി അത്രേ ഉള്ളായിരുന്നു. അപ്പോൾ പിന്നെ ഉള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് ചതച്ച് ചേർക്കാൻ കുറച്ച് തോനെ എടുത്തു. അപ്പോൾ അതാ തേങ്ങാപ്പാലിന് ഉള്ളി എടുത്ത് വെച്ചു. ഞാൻ പറഞ്ഞില്ലേ, ചമ്മന്തിക്ക് പച്ചമുളകും ഉപ്പും പുളിയും ഉള്ളി എടുത്ത് വെച്ചു. അന്നേരം നമ്മൾ ചീനി വെന്തപ്പോഴത്തേക്ക് പിന്നെ ചുവന്നുള്ളി ചതച്ചതും പച്ചമുളക് ചതച്ചതും കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്താൽ മതി. ഇപ്പോൾ ഈ ചരുപ്പത്തി പറ്റുന്നില്ല കേട്ടോ, അതിനകത്ത് അടിയിൽ പിടിക്കുന്നു. പിന്നെ ഞാൻ എളുപ്പം ഇരുമ്പേട്ടിലോട്ട് മാറ്റിയപ്പോൾ പാലും ആദ്യമേ ഒഴിച്ചത് കാണിക്കാൻ മറന്നുപോയി. പിന്നെ ഞാൻ പാലൊഴിച്ചു. അപ്പോൾ ഇത്തിരി കൂടുതലായിപ്പോയി കേട്ടോ. വെള്ളം കുറച്ചേ ചേർത്തുള്ളായിരുന്നു, പക്ഷേ ഒരു തേങ്ങ എടുത്തപ്പോൾ തോനെയും തേങ്ങാപ്പാലുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് വെള്ളം, പിന്നെ കുറച്ച് നേരം ഇട്ട് ഇങ്ങനെ വറ്റിച്ചു. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഉള്ളിച്ചമ്മന്തിയൊക്കെ റെഡിയാക്കി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് സൂപ്പറാക്കി വെച്ചു കേട്ടോ. അപ്പോൾ നമ്മളെ പാൽക്കപ്പ റെഡിയായിട്ട് വന്നു. ഇവിടെ ഇങ്ങനെ കടിക്കാനും കിട്ടണം, എന്നാൽ കുറച്ച് ലൂസും ആയിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഒരുപാടങ്ങ് വേവിക്കാഞ്ഞത് കേട്ടോ. അങ്ങനെ നന്നായിട്ട് വെന്തു വന്നു. അപ്പോൾ നമ്മൾ കാക്കച്ചി വന്നു കേട്ടോ. കാക്കച്ചി കുറേ ദിവസമായി വന്നിട്ട് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഇവർ രണ്ടുപേരും ഭയങ്കര ഫ്രണ്ടാണ് കേട്ടോ. അങ്ങനെ എന്താ പറയുക, കാക്കച്ചി അവൻ്റെ വാലിൽ കൊത്തും, എന്നാൽ അടുത്തൊക്കെ പോയിരിക്കും, പേടിയൊന്നുമില്ല. അങ്ങനെ അവർ രണ്ടുപേരും ചുമ്മാ വീഡിയോ എടുത്തതാണ്. അപ്പോൾ പിന്നെ നമ്മൾ പാൽക്കപ്പയ്ക്കകത്തോട്ട് ഉള്ളിയും മുളകും ഒക്കെ കടുവറുത്തിട്ട് ഇതിടുമ്പോഴാട്ടോ കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നതെന്ന് എനിക്ക് തോന്നി. ഞാൻ ആദ്യമേ ഒന്ന് കഴിച്ചു നോക്കി. അപ്പോൾ ഇതിട്ടപ്പോൾ കഴിച്ചപ്പം നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, കാക്കച്ചി അവിടെ ഇരുന്ന് രണ്ടുപേരും കഴിച്ചിട്ട് രണ്ടുപേരും ഓരോരോ കാര്യം നോക്കി പോയി കേട്ടോ. അപ്പോൾ മോളവിടെ പഠിച്ച് ഉറക്കമായി. മോൾക്ക് പരീക്ഷ നടക്കുന്നതുകൊണ്ടേ. അങ്ങനെ ഞാൻ കുറച്ചെടുത്ത് ടേസ്റ്റ് ചെയ്യാമല്ലോ. എന്നിട്ട് ഉള്ളിച്ചമ്മന്തിയും നമ്മുടെ പാൽക്കപ്പയും കൂടെ എടുത്തുകൊണ്ട് വരാം കേട്ടോ. ഇത് കുറച്ചിങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ, അതുകൊണ്ടായിരിക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട. എല്ലാവരും നന്നായിട്ട് കഴിച്ചു. ഏറ്റവും കൂടുതൽ എനിക്ക് മോൻ കഴിക്കുന്നത് കേട്ടോ. മോള് പിന്നെ എല്ലാം കഴിച്ചോളൂ, മോൻ അങ്ങനെയല്ല കേട്ടോ. അവന് ഇഷ്ടപ്പെട്ടത് മാത്രമേ കഴിക്കൂ. മോള് പിന്നെ അങ്ങനെയൊന്നുമില്ല, നമ്മൾ കൊടുത്താൽ എന്താണെങ്കിലും കഴിച്ചോളും. അതൊരു കാര്യമല്ലേ, നമുക്ക് അങ്ങനെ തന്നെയല്ലേ വേണ്ടുള്ളത്. അപ്പോഴിതാണ് ഞാൻ അന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുവാണോ, നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ടേസ്റ്റ് നോക്കിയായിരുന്നു, പക്ഷേ ഞാൻ ഉള്ളിച്ചമ്മന്തിയും കൂടെ കൂട്ടി നോക്കിയില്ലായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അതും കൂടെ ചേർത്ത് നല്ല അടിപൊളിയായിട്ട് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഇങ്ങനെ തിന്നാനായിട്ട് ഇത് നമുക്കാണെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണമായിട്ടൊക്കെ കഴിക്കാം കേട്ടോ. അങ്ങനെ നമ്മളെ ചീനി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഞാൻ മോളെ വിളിച്ച് എഴുന്നേൽപ്പിച്ചു. അങ്ങനെ അവളും കഴിച്ച് നോക്കി. അപ്പോൾ അവൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. വെറൈറ്റി എൻ്റെ മക്കൾക്ക് രണ്ടും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മോനിങ്ങനെ ചീനി കുഴച്ച് കൊടുത്താൽ തിന്നാൻ വലിയ പാടാട്ടോ. മഞ്ഞപ്പൊടി നമ്മൾ അരപ്പൊക്കെ ഇട്ട് കുഴക്കത്തില്ലേ, അത് ഇഷ്ടമല്ല കേട്ടോ. ഇവൾക്ക് പിന്നെ അങ്ങനെയൊന്നുമില്ല, ഞാൻ പറഞ്ഞില്ലേ. മോള് പിന്നെ എല്ലാം കഴിച്ചോളും. അങ്ങനെ ഞങ്ങൾ പിന്നെ കുറേ നേരം അവിടെ ഇരുന്ന് ഫുഡൊക്കെ ഇങ്ങനെ കഴിച്ച് കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷമൊക്കെ ഇത്രയും തന്നെ ഉള്ളൂ കേട്ടോ. ഓക്കേ, ബൈ.